ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് MR ബാലേന്ദ്രൻ, സ്കാൻ സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറായ ബാലേന്ദ്രനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഹായ് സാർ. ഹായ്, ഹൗ ആർ യു? ഫൈൻ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഹൗ ആർ യു? ഗുഡ്. ഓക്കെ. MRB അല്ലേ? അതെ. ഈ MRB എന്നൊരു സ്കാനിങ് സെന്ററിന്റെ പേരിടാൻ എന്താണ് കാരണം? MRB എൻ്റെ പേരായതുകൊണ്ട് ഞാൻ അങ്ങനെ കിട്ടുന്നേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. MR ബാലചന്ദ്രൻ നായരുടെ പേരായിരുന്നു. പിന്നെ MRB എന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. ഷോർട്ട് ഫോം. സോ ഐ പുട്ട് MRB. അങ്ങനെയാണ് ഈ ഒരു സെന്ററിനും അതുപോലെ പേര് വന്നത്. അല്ല, പ്രത്യേകിച്ച് കാര്യമില്ല. ഇല്ല. അപ്പൊ ഈ ഒരു സ്കാൻ സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ഈ MRB സ്കാൻ സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അതിനു മുന്നേ എനിക്ക് വൈറ്റിലയിലെ ഒരു എറണാകുളം സ്കാൻ സെന്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പം ഒരു നല്ല പോലെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. പക്ഷെ അതിൻ്റെ തൊട്ട് മുന്നിൽ കുറച്ച് പാർക്കിംഗ് ഉണ്ടായിരുന്നു. ആ പാർക്കിംഗ് ബസ് സ്റ്റോപ്പായിട്ട് മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് ബാധിച്ചു. ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നി പോലീസ് ഫൈൻ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടത്തില്ല. ദെൻ ഐ തോട്ട് ഇങ്ങോട്ട് മാറുന്നതാണ്. എല്ലാവരുടെയും മെയിൻ പ്രശ്നം പാർക്കിംഗ്. ഏതൊരു ബിസിനസ്സിനും അതെ വളരെ നമ്മുടെ ബിസിനസ്സിന് മെയിൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് നടക്കുള്ളൂ അല്ലേ? സുഗമമായിട്ട് പോകണമെങ്കിൽ പാർക്കിംഗ് വേണം. പൊതുവേ നമ്മുടെ ഇവിടുത്തെ സിറ്റിയിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്പേസ് ആണെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ ഇപ്പോ എല്ലാ സ്ഥാപനം തൃപ്പൂണിത്തുറയിലാണ് അല്ലേ? അഡ്രസ് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന്. ഇത് തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിനും സ്റ്റാച്യു ജംഗ്ഷനും ഇടയ്ക്ക് ഉള്ള ഒരു സ്ഥാപനമാണ്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ ചാരുദാസ് സിൽക്കെന്നോ മഹാരാജ ഗോൾഡെന്നോ എന്നൊക്കെ പറഞ്ഞ് 2 കടകളുണ്ട്. അതിൻ്റെ നേരെ എതിരെയുള്ള ഒരു സ്ഥാപനമാണ്. ചാരുദാസ് സിൽക്കിന് നേരെ എതിരെയുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. കെട്ടിടത്തിൻ്റെ പുറകുവശത്ത് എനിക്ക് വണ്ടികൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. ഉണ്ട്. പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. വരാൻ എളുപ്പമുണ്ട്. ബസ്, കാറ്, ബൈക്ക് എല്ലാത്തിനും സൗകര്യമുണ്ട്. അതുകൊണ്ട് ഐ സെലക്ടഡ് ദിസ് പ്ലേസ്. ഇവിടുത്തെ സർവീസിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് എന്തൊക്കെയാണ്? നമ്മൾ എല്ലായിടത്തും ഇതൊരു ക്ലിനിക്കല്ല, സ്കാനിങ് സെന്റർ ആണ്. അപ്പൊ ഡോക്ടർ ആദ്യം നമ്മള് ക്യാമറ ഓഫ് ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്തുണ്ടെങ്കിൽ എല്ലായിടത്തെ പോലത്തെ ഒരു ക്ലിനിക്കല്ല, ഇതൊരു സ്കാനിങ് സെന്റർ ആണ് അല്ലേ? അതിപ്പോ പുതിയ ടെക്നോളജി അതാണ് മെയിൻ ആയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഡോക്ടർ ഇപ്പൊ ഒരു 40 വർഷമായി അല്ലെ ഈ ഒരു? ഞാൻ പറയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി കഴിഞ്ഞ ശേഷം എനിക്ക് ആർമിയെക്കുറിച്ച് ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. സോ ഇമ്മീഡിയറ്റ്ലി ഐ ജോയിൻഡ് ആർമി. ആർമിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ AFMC MD പാസ്സായി. കുറേ നാൾ ആർമിയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ ചില കാരണങ്ങൾ കൊണ്ട് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തിട്ട് എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്ന ശേഷം ഇവിടെ 3-4 ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ സ്വന്തമായിട്ടൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു, എറണാകുളം സ്കാൻ സെൻറ്റർ വൈറ്റിലയിൽ. അപ്പം ഹോസ്പിറ്റലുകളും എൻ്റെ സ്വന്തം സ്ഥാപനം കൊണ്ട് ഇങ്ങനെ ഞാൻ കുറേ നാൾ പോയി കഴിഞ്ഞ് കുറേ ആളുകളുടെ സഹായത്തോടെ ഇവിടെ എറണാകുളത്ത് വേറൊരു സ്കാനിങ്ങിൻ്റെ എല്ലാം ഉള്ള CT MR ഒക്കെ ഉള്ള ഒരു സ്ഥാപനം തുടങ്ങി. അതും കൊണ്ടുകൊണ്ട് അതിങ്ങനെ നടന്നുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ടീച്ചിങ്ങിൽ ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തൃശ്ശൂർ ഒരു സ്ഥാപനത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരു 10 വർഷം തൃശ്ശൂർ വർക്ക് ചെയ്ത ശേഷം അവിടുന്ന് റിട്ടയർ എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ്, നാഷണൽ മെഡിക്കൽ കൗൺസിൽ അല്ല, മെഡിക്കൽ കൗൺസിലിന് ഏജ് ലിമിറ്റ് ഉണ്ട്. NMCക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഏജ് ക്രോസ് 70 years കഴിയുമ്പോൾ ദെൻ ഐ ഹാവ് ടു ലീവ് ടീച്ചിങ്. കെയിം ബാക്ക് ടു എൻ്റെ എറണാകുളത്തെ വൈറ്റിലയിലെ ആ സ്ഥാപനത്തിൽ തിരിച്ച് ആക്ടിവേറ്റ് ചെയ്തു. ഞാൻ കുറേ കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തൃപ്പൂണിത്തുറ ഒരു സ്ഥലം കിട്ടി, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അത് ദെൻ ഇറ്റ് ഈസ് ഫോർ ദ ലാസ്റ്റ് 2 years ഇപ്പം പൊതുവേ തൃപ്പൂണിത്തുറയിൽ തന്നെ അറിയപ്പെട്ട് വരുന്നു.
ഇവിടെ എത്ര നാളായി ഇപ്പം നമ്മുടെ ഇവിടെ ഈ വന്നിട്ട് സ്ഥാപനം തുടങ്ങിയിട്ട്? 2 വർഷം 2-3 മാസം കൂടെ 2 മാസം. അതുപോലെ തന്നെ ഡോക്ടറെ, സ്കാനിങ് സെന്റർ ഒത്തിരി ഉണ്ടല്ലോ. എന്താണ് നമ്മുടെ ഈ സ്കാനിങ് സെന്ററിന്റെ ഒരു ഇപ്പോഴത്തെ ന്യൂജൻ ടെക്നോളജി ആണല്ലോ അല്ലേ? അതെ അതെ. എന്താണ് ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഒത്തിരി സ്ഥലങ്ങളിലുള്ള വ്യത്യാസം എന്താണ് ഇവിടെ? ഇത് സ്കാനിങ് എല്ലാവരും സ്കാനിങ് ചെയ്യുന്നുണ്ട്, ഞാനും സ്കാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ടെക്നോളജി ഒരു 3 വർഷം 5 വർഷം കഴിയുമ്പോൾ പുതിയ വന്നുകൊണ്ടിരിക്കും. സോ എനിക്ക് മാറുന്ന സമയം അനുസരിച്ച് പുതിയ പുതിയ മെഷീൻ എടുക്കാനുള്ള ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്. സോ ദാറ്റ് യു വിൽ ബി പുതിയ ടെക്നോളജി അനുസരിച്ച് ചെയ്യുന്നതിനകത്തൊരു സുഖമുണ്ട്. അത് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം വരും. അതുകൊണ്ട് ഞാനിപ്പം ഈ അടുത്ത സമയത്ത് തന്നെ ഒരു പുതിയ മെഷീൻ അക്വയർ ചെയ്തിട്ടുണ്ട്. സോണോസ്കേപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ലേറ്റസ്റ്റ് മോഡൽ S80 എന്ന് പറഞ്ഞൊരു എടുത്തിട്ടുണ്ട്. ആ S80ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ എയുടെ സഹായത്തോടെ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇഷ്ടംപോലെ ഫാറ്റി ലിവറുണ്ട്. ഫാറ്റി ലിവറിൻ്റെ എലാസ്റ്റോഗ്രാഫി എന്നുള്ളൊരു ഫീച്ചർ നല്ലപോലെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് എനിക്ക് കോൺഫിഡൻസോടുകൂടി പറയാവുന്ന മെഷീനാണ്. അപ്പോൾ അതെനിക്ക് ലേറ്റസ്റ്റ് എലാസ്റ്റോഗ്രാഫി ചെയ്യാം. അതിനൂടെ ഫാറ്റ് ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഇതുകൂടെ ഉണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാം. ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ക്വാണ്ടിഫിക്കേഷൻ വേറെ ടെസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഈ അൾട്രാസൗണ്ട് മെഷീനകത്ത് എലാസ്റ്റോഗ്രാഫി പ്ലസ് ഫാറ്റ് ക്വാണ്ടിഫിക്കേഷൻ. അതെ, അതും കൂടെ ബാക്കിയുള്ളതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കാണെങ്കിൽ 3D ഗർഭിണികളുടെ വരുമ്പം 3D 4D എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ, വി ഫോളോ അപ്പ്, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. കാരണം ഇവിടെ വന്നിരിക്കുന്ന പേഷ്യൻസിന് ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അവരുടെ എന്തൊക്കെയായി എങ്ങനെയായി എന്ന് ഞാൻ മിക്കവാറും ആളുകളുടെ ഒരുവിധം സീരിയസ് ആയ കേസ് എല്ലാം ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അല്ല, അത് വളരെ റെയറാണ് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ. ഓരോരുത്തരുടെ രീതിയാണ്, ഓരോരുത്തരുടെ രീതിയാണ്. എനിക്ക് ഇഷ്ടമാണ് അത് എങ്ങനെ പോയി ആ കേസ് എങ്ങനെയാണെന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യാൻ. പക്ഷേ അതിന്റെ ഒരു ചേഞ്ചസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. ഞാൻ ചെയ്ത ഒരു ഡയഗ്നോസിസ് ശരിയാണെന്ന് തോന്നുന്നത് എനിക്ക് തന്നെ ഒരു തീർച്ചയായിട്ടും സന്തോഷം. അതിന്റെ പേരിലാണ് കൂടുതൽ ചെയ്യുന്നത്. അല്ല, അതുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ എന്തൊക്കെ സർവീസുകളാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യണത്? എനിക്ക് ഇപ്പോൾ എൻ്റെ ഇതുപോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് അൾട്രാസൗണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ കുറേ റെഗുലേഷൻസ്. CT ചെയ്യുന്നതിന് ERB ഉണ്ട്, MRIക്ക് വേറെ പലതുണ്ട്. അപ്പോൾ എൻ്റെ ഈ പ്രായത്തിലും എൻ്റെ ഈ സർവീസിലും ചെയ്യാൻ പറ്റുന്ന അൾട്രാസൗണ്ടാണ്. എക്സ്റേക്ക് പോലും ഒത്തിരി റെഗുലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഐ ഡിഡ് അൾട്രാസൗണ്ട്. പക്ഷേ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഡു ക്വാളിറ്റി വർക്ക് ചെയ്യാനായിട്ടാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതാണ് എൻ്റെ നമ്മുടെ ഈ ഒരു സ്കാനിങ് സെന്ററിന്റെ ഒരു പ്രത്യേകത അല്ലേ എന്ന് പറയാം. അല്ല, നമുക്ക് പറയാലോ, എനിക്ക് പറയാം, എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ എന്താ പറയാ, ഇത്രയും ഒരു ഷോർട്ട് ടൈം കൊണ്ട് നമുക്ക് ഒത്തിരി എന്താ പറയാ എൻ്റെ കസ്റ്റമേഴ്സ് വേർഡ് ഓഫ് മൗത്ത് ആണ്. വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് കണ്ടു പറഞ്ഞു അങ്ങനെ വരുന്നതാണ്. അങ്ങനത്തെ ഒരു രീതിയാണ് ഞാൻ അഡോപ്റ്റ്. ഞാൻ ചോദിക്കണം, ഇപ്പൊ 2 വർഷമായിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ, പഴയ 40 വർഷത്തെ എക്സ്പീരിയൻസും ഇപ്പൊ ഈ 2 വർഷം നമ്മളൊരു സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയപ്പോഴുള്ള അതിനെല്ലാം തമ്മിലുള്ള എന്താണ് അതിനകത്തുള്ളൊരു? ഇവിടെ ആകുമ്പോൾ എനിക്ക് ഒത്തിരി സ്വന്തമായിട്ട് സ്ഥാപനം എനിക്ക് കുറേ നാളായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലാണ്. സപ്പോസ് ഐ വാണ്ട് ടു ഡു എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സ് തുറന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു പാവപ്പെട്ട ഒരു ആൾ വന്നെന്ന് വിചാരിച്ചു, എനിക്ക് വേണമെങ്കിൽ അയാൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, അയാൾക്ക് റിബേറ്റ്, അയാൾക്ക് കൺസെഷൻ കൊടുക്കാൻ പറ്റും, അല്ല ഐ ക്യാൻ കുറെ കൂടെ ഗൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ എനിക്ക് പറ്റും. ഡോക്ടറിന്റെ മനസ്സുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മള് ക്യാഷ് മാത്രം, നമ്മള് ബിസിനസ് മാത്രമായിട്ട് പോകുന്നല്ല, നമ്മള് പാവപ്പെട്ടവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും
പാവപ്പെട്ടവരെയും സഹായിക്കാം. പാവപ്പെട്ടവരെ മാത്രം സഹായിച്ചു കഴിഞ്ഞാൽ സ്ഥാപനം നിന്നു പോകും. പക്ഷെ ജെന്യൂനായിട്ട് വരുന്ന ആളുകളെ ഞാൻ സഹായിക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളുടെ IR ഇന്ത്യൻ റേഡിയോളജിക്കൽ ഇമേജിങ് അസോസിയേഷനിലെ പെൺകുട്ടികൾക്ക് വേണ്ടി അവർ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് ഞങ്ങളുടെ അസോസിയേഷൻ ചെയ്തിരുന്നു. അന്ന് ഞാൻ ഓഫർ ചെയ്തതാണ് കൊച്ചു കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സ്കാൻ ചെയ്യാൻ. ഞാൻ ഓൾറെഡി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കുട്ടികൾക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സ് വല്ലതും ഉണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. അല്ല എന്താ പറയുക, ഓഫേഴ്സ് അങ്ങനെയല്ല. ഇതിപ്പോ എന്റെ സ്വന്തം സ്ഥാപനമാണ്. അപ്പം ഞാൻ അങ്ങനെ നേരത്തെ മുൻകൂട്ടി ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് ഇത് നേരിട്ട് തന്നെ ചോദിക്കുകയാണ് ഡോക്ടറിന് എന്തെങ്കിലും നമ്മൾ ഇതിനകത്ത് ഓഫർ മീനിങ്സ് ഇപ്പൊ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളില് ഇത്ര പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതേപോലെ നമുക്ക് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം. എങ്ങനെ പാക്കേജ് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം ഒരാൾ വന്നിട്ട് പല ആളുകൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇപ്പൊ ഒന്നും തരാൻ മേല, അല്ലെങ്കിൽ ഐ വിൽ ഗീവ് ലേറ്റ്, പിന്നെ തരാം, അല്ലെങ്കിൽ കുറച്ചുണ്ട് ഐ ഒബ്ലൈസ് ദം. അങ്ങനെ വരുന്നവരെ അവർക്ക് ഞാൻ സഹായിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും സഹായിച്ചു കഴിഞ്ഞാൽ സ്ഥാപനം എക്സാക്ട്ലി. അതുകൊണ്ട് ഇൻഡിവിജ്വൽ ബേസ് ഓരോ ആളുകളുടെ ഇതനുസരിച്ച് ചെയ്യാവുന്ന, എന്നെ കൊണ്ട് സഹായിക്കാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു സ്ഥാപനത്തിലെ മെയിൻ പാർട്ട് എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫാണ്. എത്രത്തോളമാണ് സ്റ്റാഫിന്റെ സപ്പോർട്ട്? എൻ്റെ സ്റ്റാഫ്, എൻ്റെ വിശ്വാസം അവർ ദേ ആർ ടോട്ടലി എന്നോട് ഡെഡിക്കേറ്റഡ് ആണ്. അതൊരു സ്റ്റാഫ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല, ഇതൊരു കുടുംബം മാതിരിയാണ് ഞാൻ കൊണ്ടുപോയിക്കുന്നത്. അത് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ സ്വന്തം സ്ഥാപനം ആയതുകൊണ്ട് എനിക്ക് അവരോട് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ സോ ഞാൻ ഇത്ര നാളും ചെയ്തിരിക്കുന്നിടത്ത് എല്ലായിടത്തും ഒരു കുടുംബം പോലെയാണ് എൻ്റെ സ്റ്റാഫിനെ ഞാൻ കണക്കാക്കിയിരുന്നത്. അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് 100% ഔട്ട്പുട്ട് ഉണ്ട്, അവരുടെ ഔട്ട്പുട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്ര നാളായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം നോക്കുമ്പോൾ? ഇത്ര നാളത്തെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു നല്ല കംപ്ലൈൻ്റ് ആയിട്ട് ആരും പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് മെഡിക്കൽ പ്രൊഫഷനാണ്, ഇമേജിംഗ് ആണ്. നമ്മൾ അസുഖം നേരെ നോക്കി പറയുന്നതല്ല, അത് സ്കാൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ മെഡിക്കൽ ഈ ഫീൽഡിൽ പ്രത്യേകിച്ചും 2+2 ഒരിക്കലും 4 അല്ല. അപ്പോൾ അതിൻ്റേതായ ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും വരാതിരിക്കും. ഏത് മെഡിക്കൽ ഫീൽഡിൽ അത് സംഭവിക്കും. അങ്ങനെയുള്ള ഐ തിങ്ക് നോർമൽ അവർ പറഞ്ഞിരിക്കുന്ന റേറ്റിനേക്കാൾ കുറവായിരിക്കും എൻ്റെ ഫോൾട്ട് റേറ്റ്, മിസ്സിംഗ് റേറ്റ് കുറവായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബാക്കി ഒരു ദൈവാധീനം, ഗുരുത്വം എന്നൊക്കെ പറയണം. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചു. ഒത്തിരി സ്കാനിങ് സെന്റർ ഉണ്ട്. നേരത്തെ നമ്മൾ ചോദിച്ചായിരുന്നു, ഉണ്ട്. ഒരു കോമ്പറ്റീഷൻ ഫീൽഡല്ലേ ശരിക്കും, കോമ്പറ്റീഷൻ ആണ് അല്ലേ? അതെ. മാനേജ് ചെയ്തു പോകുന്നു നമ്മളൊരു കോമ്പറ്റീഷൻ. ഞാൻ ഒരു അഗ്രസീവ് മാർക്കറ്റിങ്ങോ കോമ്പറ്റീഷനോ ആയിട്ട് ഇത് കണ്ടിട്ടില്ല. ഇഷ്ടമുള്ളവർ വരിക, എന്നെ വിശ്വാസമുള്ളവർ വരിക എന്നുള്ള രീതിയാണ് ഇപ്പം ഞാൻ സ്വീകരിച്ചത്. മെയിനായിട്ട് നമ്മുടെ വിശ്വാസമുള്ളവർ വരിക, നമ്മുടെ കഴിയുന്ന എന്താ പറയാ ആത്മാർത്ഥമായിട്ട് എൻ്റെ മോട്ടോ എന്ന് വെച്ചാൽ ആത്മാർത്ഥമായി നല്ല മെഷീനിൽ കഴിയുന്നത്രയും കറക്റ്റ്, എൻ്റെ വിശ്വാസത്തിൽ കറക്റ്റായിട്ട് ആളുകളെ ഇമേജിങ് ചെയ്ത് സഹായിക്കുന്നു. അതാണ്. അപ്പോൾ പണ്ട് ഹോസ്പിറ്റലുകളിലും അവിടെ വർക്ക് ചെയ്തു. ഇപ്പോൾ ഡോക്ടറോട് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തേക്കണാണല്ലോ, ബിസിനസ് എന്ന് പറയാം. ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ഒന്ന് ആത്മാർത്ഥതയാണ് ഏറ്റവും ആദ്യമായിട്ടുണ്ട്. രണ്ടാമത് പങ്ക്ച്വാലിറ്റി, പിന്നെ കൃത്യത. അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഇതാണ് ഇത്ര. പ്രത്യേകിച്ച് വേറെ കാര്യമുണ്ട്, ആർമിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ആ കാര്യത്തിൽ പെർഫെക്ഷൻ ആണ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, നമ്മൾ കണ്ടെടുത്തോളം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഇതൊക്കെ പറയേണ്ടത് എൻ്റെ പേഷ്യൻസ് ആണ്. തീർച്ചയായിട്ടും അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം.
അല്ല അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ 2 വർഷമായിട്ടും നമ്മൾ ഈ ഒരു 2 വർഷം കഴിഞ്ഞു. അപ്പോ എന്നാലും നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടാണല്ലോ നമ്മൾ ബിസിനസ് കൊണ്ടുപോകുന്നത്. അതെ അതെ അല്ലേ? അതെ വളരെ ഹാപ്പിയാണ് ഡോക്ടർ. ഐ ആം ഹാപ്പി, റിയലി ഹാപ്പി. ഇവിടെ വരുന്ന ഈ സ്ഥാപനത്തോടും വരുന്ന ആളുകളും പ്രവൃത്തിയോടും എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും പിന്നെ ഒരു പുതിയ മെഷീനും പുതിയ നല്ല ഡീറ്റെയിൽസും കിട്ടുമ്പം ഐ ആം വെരി ഹാപ്പി. ഇനി നമ്മുടെ ബിസിനസിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഇത്ര നേരം സംസാരിച്ചത്. ഇനി നമ്മുടെ ഫാമിലിയെ കുറിച്ചിട്ട് എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലി എനിക്ക് കംപ്ലീറ്റ് സപ്പോർട്ടാണ്. എൻ്റെ വൈഫ് ഇവിടെ ഒരു കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ഒരു ടീച്ചറാണ്. അവരുടെ സപ്പോർട്ട് എനിക്ക് 100%. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനോ, രാവിലെ ഞാൻ ഇവിടെ വരും, വൈകുന്നേരം തിരിച്ചു പോകും. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. എനിക്ക് 2 കുട്ടികളുണ്ട്, 2 പേരും ഡോക്ടേഴ്സാണ്. അവർ 2 പേരും അമേരിക്കയിലാണ്. മകൻ കാർഡിയോളജിസ്റ്റാണ്, മകള് ന്യൂറോളജി, പെയിൻ, സ്ലീപ്പ്, അങ്ങനെ 2-3 സാധനം ചെയ്യുന്നു. കുടുംബമാണ്. വൈഫ് ഈസ് ഓൾസോ ഡോക്ടർ, പക്ഷേ PhD ആണെന്ന്. ഞങ്ങൾ എല്ലാവരും ഡോക്ടർ, 4 പേരും ഡോക്ടേഴ്സ്. അങ്ങനെ വളരെയധികം സന്തോഷം. അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ, ഒത്തിരി കാര്യങ്ങള് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ ഡോക്ടറെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ ആരോഗ്യമുള്ളിടത്തോളം ജോലി ചെയ്യുക, ആദ്യം ജോലി ചെയ്യുക, ഓർമ്മ ശരിയാവുന്നിടത്തോളം കാലം സ്കാനിങ് കൊണ്ടുപോവുക, കഴിയാവുന്നിടത്തോളം മനുഷ്യരെ സഹായിക്കുക. അതാണ് വേറെ ഒന്നുമില്ല. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രീം മീഡിയ പ്രേക്ഷകർക്കും ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി പോവായിരുന്നു. ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും. വർക്ക് ചെയ്യുക, സിൻസിയറായിട്ട് ചെയ്യുക. നമ്മുടെ രാജ്യം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളും അല്ലേ, നമ്മൾ എൻഗേജ്ഡ് ആവുക അല്ലേ? ഏതൊരു മനുഷ്യനും അത് എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനും എല്ലാത്തിനും നമുക്ക് സന്തോഷം ഉപകാരപ്പെടും അല്ലേ? തീർച്ചയായിട്ടും. അല്ല അത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടറും ഫോളോ ചെയ്ത് പോകുന്നത്. ഞാൻ പോകുന്നത് അത് തന്നെയാണ്. ഇതൊരു ജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പോ വളരെയധികം സന്തോഷം ഡോക്ടറെ. അപ്പോ ഇനിയും പുതിയ ബ്രാഞ്ചുകളും ഒത്തിരി പേഷ്യന്റുകളും എല്ലാം ഉണ്ടാകട്ടെ. അപ്പോ ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് കോണ്ടാക്ട് ചെയ്യാവുന്ന നമ്പറുകളുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തുറ ചാരുത നേരെ ഓപ്പോസിറ്റ് മഹാരാജ ഗോൾഡ് എന്നോട് ചേർന്ന്. പക്ഷേ ഇതിനകത്ത് ബസ്സിന് വന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ്. ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കാർ അകത്ത് കയറി വരാം, ബൈക്ക് അകത്ത് വരാം, നടന്നു വരാം, എല്ലാം സൗകര്യം. അതായത് വൈറ്റിലുള്ളത് വെരി ക്ലിയർ. അപ്പം എന്തായാലും ഇനി ഇതിനകത്ത് ഓഫറുകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഓഫറായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഐ ആം ദി ഓണർ ഓഫ് ദിസ് സ്ഥാപനം. ആളുകളെ കണ്ടിട്ട് എന്തെങ്ങനെയാന്ന് വെച്ചാൽ പറ്റും. കണ്ടതിൽ വളരെ സന്തോഷം. സുമേഷിനെ കണ്ടിന് പരിചയപ്പെട്ടതിലും ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ നിങ്ങളുടെ ചാനലിലും. എല്ലാവർക്കും നന്നായി വരട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.